എന്തോ ഒരു ടെക്കി എന്നെ അപവാദം പറഞ്ഞിരിക്കണു. വിശ്വയെ അറിയാമോ? നമ്മുടെ വിശ്വയെ അറിയാമോ? വിശ്വയെ അറിയാമോ? വിശ്വയെ അറിയാമോ? വിശ്വനെ അറിയോ? വിശ്വനെ അറിയെങ്കിൽ നിങ്ങൾക്ക് വിശ്വന്റെ കൂടെ KFC കുഴിച്ചാം. മനസ്സിലായില്ലേ? വിശ്വന്റെ കൂടെ KFC കുഴിച്ചണമെങ്കിൽ വിശ്വയെ അറിയണം. അത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ ജാടത്തേണ്ടി. ദെൻ വിഷയം ഫോളോ ചെയ്തിരിക്കണം, വിഷയം സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. ഇങ്ങനെ എല്ലാം പണി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷയെ കൂടെ KFC കുഴിച്ചാം. നിന്റെ വീട്ടുകാരും നീയും എന്റെ കണ്ടന്റ് വെച്ച് നീ അന്നം കഴിക്കുന്നുണ്ടെങ്കിൽ കഴിച്ചോ, എനിക്ക് വിഷയമില്ല. ഒരു നേരത്തെ അങ്ങനെ വിഷയമില്ലെങ്കിൽ മിസ്റ്റർ വിശ്വ മ്യൂസിക് എന്തുകൊണ്ട് എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ഒരുത്തനൊരു മൈക്കും പിടിച്ച് വിഷയം അറിയാമോ, വിഷയം അറിയാമോ, വിഷയം അറിയാമോ? വിഷയം അറിയാൻ നിങ്ങൾക്ക് 1000 രൂപ, വിഷയം അറിയാൻ നിങ്ങൾക്ക് 1000 തരാം, വിഷയം അറിയാൻ നിങ്ങൾക്ക് മാജിക് മൊമെന്റ് തരാം. ഇങ്ങനെ അപരാധം കാണിച്ചുകൊണ്ട് ഒരുത്തൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. എന്നിട്ട് അതിന് റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടപ്പോ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്ന് പൂട്ടിക്കുന്നത് മിസ്റ്റർ വിശ്വ മ്യൂസിക് തൂറി തോൽപ്പിക്കുന്നതിന് പകരമല്ലേ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ആ കണ്ണീര് തുടച്ചിട്ട് പറയട്ടാ, ഇതൊക്കെ ഏത് യൂണിവേഴ്സ്? നിനക്ക് കഴിവില്ലെന്ന് നീ മനസ്സിലാക്കുന്ന ഒരു കാലം വരും മോനെ. തളരരുത് രാമൻകുട്ടി, തളരരുത്. കലാകാരനല്ലാത്തവരെ സമൂഹം അംഗീകരിക്കില്ല. നീ സമാധാനിക്ക്. നിനക്കിത് വല്ല വീഡിയോ കോൾ ചെയ്ത് അവനോട് പറഞ്ഞൂടെ? എന്തിനാ ഞങ്ങളോട് പറയുന്നേ? ഇതെങ്ങനെ എനിക്ക് മാത്രം റെക്കമെൻഡ് വരുന്നേ? കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.